അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ നമ്മൾ ഭവാനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിർത്തി ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇന്ന് ചായ കുടിച്ചിട്ട് നേരെ ബാംഗ്ലൂർക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴിയിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും ഒക്കെ കയറിയിട്ടാണ് പോകുന്നത്. നാവ് പുഴയാണ്. എന്താണ് പോയിട്ട് കാര്യം? ചായ കുടിക്കാൻ എനിക്ക് തോന്നണേ അത് ചായ കുടിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അങ്കിളുടെ മോനുണ്ട്, ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, അവൻ ബാംഗ്ലൂരാണ്. അപ്പോൾ അവനും കൂടി ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുറേ സ്ഥലം ബാംഗ്ലൂരാണ് കാണാനുള്ളത്. ബാലൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഔട്ടർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങളും വായോ, നമുക്ക് ഞങ്ങളിലൂടെ കുറേ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളുടെ അവിടെ ഈ വക തണ്ണിമത്തിന് എത്ര വില എന്നറിയോ? ഇവിടെ എത്രയാണെന്നറിയോ? 13 ചോദിച്ചോ അതിന്? ഓ ആ, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ മുറിച്ചു വെക്കൽ വളരെ കുറവാട്ടോ സാധാരണ തണ്ണിമത്തൻ. അപ്പോൾ ഇവിടെ ഒരു ചായക്കടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരേ ചായയും കടിയും എന്തിട്ടാ കിട്ടാന്ന് നോക്കിയിട്ട് അതൊന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കാം. അവശരായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്തായാലും ഇത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അങ്ങനെ അതിൽ മുത്ത് വിട്ടില്ല എന്ന് പറഞ്ഞേക്കണേ. പരീക്ഷണത്തിൽ ഞാൻ എപ്പോഴും മുത്തിനെ മുൻകൈ ഇട്ട് ഇറക്കി വിടും. മുത്തവരിൽ നിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്, അന്നേരം അതിന് ശേഷം അഭിപ്രായം പറയാം. അപ്പോൾ ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് മതി. ഓക്കെ, ഇങ്ങനെ ബിസ്ക്കറ്റും അവസാനിപ്പിച്ചു. കുട്ടനെ എന്നിട്ടാ ഇതിപ്പം കഴിച്ചതിന് ശേഷം പറയാമെന്നല്ലേ? നല്ലതാണെന്ന് പറ. ഞാൻ ഇവിടേക്ക് എടുക്കണം. ഇവിടെ നിന്റെ തലയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച ഇവിടേക്ക് പിടിക്കണം. 7 അടിയാണേ. അപ്പം അത് തന്നെ 6 ആ ലേശ കുറവുള്ളൂ. അതെ, 6 അടിയുടെ കുഴപ്പമുള്ളൂ. മറ്റേ ഇതിൽ എങ്ങനെ പറയണ പോലെ ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നു. ആ ചായ ദേ വന്നു. ചായയുടെ മുകളിലത്തെ ടിക്കേഷൻ ഒഴിക്കലൊക്കെ ഇല്ലേ, അടിപൊളിയായിട്ട് വരുന്നത്. നല്ല ചൂടാണ്. പിന്നെ ഹാഫൊക്കെ ഗ്ലാസ് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ചായ കുടിക്കാം. ഇന്നത്തേക്ക് ബിസ്ക്കറ്റ് കിട്ടിയോ? പൊട്ടിച്ച് കഴിക്കുക. എവിടെ ഇരിക്കേ? ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. തമിഴ്നാട്ടിലെ ഫസ്റ്റ് ചായ തന്നെ കലക്കിയിട്ട് അടിപൊളിയായിരുന്നു. കുടിച്ചു, സൂപ്പറായിട്ടുണ്ട്. മുത്തടുത്ത് സമൂസയ്ക്ക് പോയിട്ടുണ്ട്. ചേട്ടാ ഒരു സമൂസ പാട്ടുപാട് അവിടെ ചെന്നിട്ട്. ഇതാണെങ്കിൽ ആലോചിച്ചിരുന്നിട്ട് ബിസ്ക്കറ്റ് ഓരോന്ന് മുക്കിയാ ഇറക്കണേ. കയറി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. പിന്നെ അതേപോലെ ലഗേജ് വെക്കാൻ പറ്റാത്തതും ശരിക്കുള്ളൊരു ബുദ്ധിമുട്ട് തന്നെ. അതൊക്കെ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലോങ് യാത്രകൾ പോകുമ്പോഴാണ് അറിയുക ഈ കാര്യങ്ങളൊക്കെ. ഇതേ നമ്മൾ അമ്പലം കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ? ഇതേ കണ്ടില്ലേ അമ്പലം? പളനി അമ്പലം പോലെ ഒരു കുന്നിൻ്റെ മുകളിൽ നല്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അമ്പലം. കയറാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട്. പക്ഷെ അവിടേക്ക് നടന്ന് കയറി എത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ മോള് വരെ കയറണ്ട, ശരിക്കും പെടും. കുട്ടപ്പൂവല്ലേ? ഓക്കെ പൂവല്ലേ? സെറ്റായാ? എന്താ പോലെ അതിൻ്റെ ഇടയ്ക്ക് എന്തിട്ടാ പറയണത്? ആ പൂവല്ലേ? ഇവിടെ കരിമ്പിന്റെ ഫാക്ടറികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് കരിമ്പിന്റെ ഫാക്ടറികളല്ല, സോറി, പഞ്ചസാര ഫാക്ടറി. അപ്പൊ അവിടേക്ക് കരിമ്പ് കയറ്റി പോണ വണ്ടികളാണ്. സമാൻ എന്നല്ലല്ലോ ഇതിന്റെ പേര്? സമാം തെറ്റിപ്പോയി, സമാൻ എന്നായി പോയി. അത് വഴിയിൽ വിൽക്കാൻ പറ്റില്ല. അത് നമ്മുടെ അവിടെ വില കുറവാണല്ലോ. ഇതെന്തൊരു ദോശയാ? ഷമാം എന്നാണ് മുത്തതിന്റെ പേര്. ഇത് എന്ത് പേരാ പറയുന്നത്? ദോശ. അപ്പൊ കുറച്ചു നേരം മുന്നേ അടിക്കായിരുന്നില്ലടാ. അപ്പൊ വേണ്ട, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മൾ ആ മല അങ്ങനെ കഴിഞ്ഞ് പോന്നു കേട്ടോ. അവിടെ നിന്ന് നല്ല കൃഷി സ്ഥലങ്ങളാണ്, അടിപൊളി ഏരിയ. അത് നല്ല കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഭവാനി ടൗൺ അങ്ങോട്ട് വിട്ടു. ഇനി നേരെ ഡാമിന്റെ വശത്തേക്ക് പോയി. ഇവിടെ വെള്ളത്തിന് ഇഷ്ടം പോലെ സൗകര്യമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ കൃഷിയിടങ്ങളും അടിപൊളിയായിട്ട് വിളഞ്ഞു നിൽക്കുന്നുണ്ട്. കാവേരി നദി ഉണ്ട് അല്ലേ? അതാണ് ഇനി ഇത് ഇവിടുത്തെ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഭവാനി പ്ലേസ് എന്ന് അടിച്ചു നോക്കിയത്. എന്താണ് ഇവിടുത്തെ പ്രധാനം? അതൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ. ശരിക്കും നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ 2 സൈഡിലും തിക്ക് മരമായിട്ട് പുളിയുടെ ഉള്ളിയുടെ പോകണ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അല്ലേ? വണ്ടികള് പൊളിക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കണം ഇഷ്ടം പോലെ. ഇവിടെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ബിസിനസ് കരിമ്പാന്നാണ് തോന്നുന്നത്. കാരണം തൊട്ടടുത്ത് പഞ്ചസാര ഫാക്ടറികളുള്ള കാരണേ ഇവിടുന്ന് വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കട്ട് ചെയ്യുക, രാവിലെ നേരം എടുക്കുമ്പോഴേക്കും അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇതേ കണ്ടോ കരിമ്പ്, മൊത്തം കരിമ്പാ.
മേട്ടൂര് 36 കിലോമീറ്റർ അല്ലേ? ഇവിടെ ഇതേപോലത്തെ ആൾക്കാരെ കുറേ അമ്പലങ്ങൾ കണ്ടല്ലോ. അമ്പലല്ലേ ഇത്? എന്തിന്റെയാണോ പ്രതിഷ്ഠ? ആൾക്കാരെ അറിയണവരല്ലല്ലോ അത്. നമുക്ക് അതെ, ഇത്രയധികം ദൈവങ്ങളുള്ളത് തന്നെ എല്ലാ ദൈവങ്ങളുടെ പേരിട്ട് അറിയില്ല. നല്ല വഴിയാട്ടത്, നല്ല രസമുണ്ട്. ഇല്ല, എന്റെ കൂളിംഗ് ഗ്ലാസിന് ഇതിടയിൽ തന്നിട്ടുണ്ടോ? നാവിന്റെ അല്ലടാ, നാവ് അവിടെ ഇവിടെ തട്ട് വായില്. അതെന്താണോ? അതാ പറയണത്. ഇന്ന് എന്താണാവോ സംഭവം എന്താന്നുള്ളത് ഒരു ഇതിലിട്ടില്ല. നാവ് വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഇടിക്കുക. അതൊരു കംപ്ലൈന്റ് ആണോ? ഡോക്ടറെ കണ്ടുവരുമോ ഇനിയിപ്പോ അതിന്? എന്റെ കരിമ്പ് കയറ്റി നിൽക്കുന്ന വണ്ടികളുണ്ടോ? എന്തോ എന്നാ നോക്കി. അയ്യോ, നമ്മുടെ ഡയറി മിൽക്ക് മേടിച്ചതില്ലേ, ഉരുകി പോയി. പക്ഷെ അത് ആ വണ്ടി കുറച്ചേരം ഓഫ് ചെയ്തിട്ടില്ല, അതിൽ പെട്ടതാ. അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അതില്ല, കൂൾ ബോക്സ് ഇല്ലടാ, എക്സീവിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ താർ റോക്സിലുണ്ടാണോ കൂൾ ബോക്സ് ഉണ്ടോ? അത് വേണം ശരിക്കും. ഇങ്ങനെ മിഠായി ഒക്കെ അത് കിയക്കൊക്കെ ഉണ്ടെന്നുണ്ട്. ഉണ്ടോ? ഇതിനില്ല. ഹോണ്ടയുടെ ഈ AC വെന്റിന്റെ അവിടെ ഇതിങ്ങനെ വലിക്കണ പോലത്തെ ട്രേ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ AC-യുടെ കറക്റ്റ് ഇതായിട്ട് തണുത്തിട്ട് വെള്ളം എപ്പോഴും തണുത്തിരിക്കും. ഇതേ കണ്ട കരിമ്പ് കൊണ്ടുപോണത്? കരിമ്പല്ലേ അത്? അല്ലല്ലോ, അതൊരു സാധനം. അതെ, എലിയാണോ? പൂളി മരത്തിൽ നോക്കിയ പൂളി എന്തോരാന്ന്. ഓ, നമ്മുടെ അവിടെ പഴയ അമ്മായി ഉണ്ടായിരുന്നെങ്കിലേ ഒരെണ്ണം വിടില്ലായിരുന്നു. ഫുള്ള് പുളിയും ആള് അലക്കാനെ. കൂട്ടനുള്ള കാര്യം രക്ഷപ്പെട്ടു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടി ഓടിക്കില്ലേ, ഞാൻ തന്നെ വീഡിയോ പിടിക്കില്ലേ. നീ ഇതേ അപ്പോഴേക്കും നീ പറയില്ലേ കൈ വേദന എടുക്കാന്ന്. ഇപ്പൊ നോക്കിയ സുഖമായിട്ട് എനിക്ക് വീഡിയോ പിടിക്കാനും പറ്റും. ഇങ്ങനെ ഇരുന്നാ മതി സൈഡില്. അത് നല്ല പരിപാടി കേട്ടോ. എന്റെ ലൈസൻസ് കട്ടായിട്ടില്ല. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഏതോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടേക്കൊക്കെ പോണേന്റെ തന്നെ കാരണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ വെച്ചിട്ട് പോണേക്കാളും ടാക്സി വിളിച്ചു പോക്കൂടെ. ഭവാനി കഴിഞ്ഞ് മേട്ടൂർക്ക് പോകുമ്പോ അടുത്ത സ്ഥലമാണ് കേട്ടോ ചിറ്റാർ അല്ലേ? ചിറ്റാർ. ഇനി നമുക്ക് എങ്ങോട്ട് കാണിക്കണേ? അങ്ങോട്ട് കാണിച്ചത് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കാന്നുണ്ടല്ലേ ഈ വഴി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കാണണ്ടെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ വഴിക്ക് പോവാട്ടോ. ഹൈവേ കട പോവാണെങ്കിൽ അതിലെ പോവാം. പിന്നെ സ്ഥലങ്ങളൊന്നും കാണണ്ടെങ്കിലും അതിലെ പോവാം. ഇത് നല്ല അടിപൊളി വഴിയാട്ടാ. ഈ വഴിക്ക് യാതൊരു കുഴപ്പമില്ല. വലിയ റോഡാണ്. പഴയ കാലത്തെ ഏറ്റവും നല്ല റോഡുകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ഭവാനി റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് വരുന്നവർക്ക് വരാമെന്ന് മാത്രം. നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഓ, ഈ വഴിക്കും ടോൾ പ്ലാസ വന്നു കേട്ടോ. അപ്പൊ നമ്മള് നേരെ ഭവാനിന്ന് മേട്ടൂര് പോകുമ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്താ? അതിന് മുന്നേ നമ്മള് ഒരു ടോള് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ടോള് വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചക്ക് സ്റ്റാർട്ട് ആവും. അപ്പൊ ഇങ്ങനെ സിംഗിൾ റോഡിന് വരെ തമിഴ്നാട്ടിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടോള് ആയിണ്ട് കേട്ടോ. അതൊരു വലിയ പ്രശ്നം. കാരണം ഏതിലെ പോയാലും ടോള്. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒരു സ്ഥലത്തും ടോളില്ല. മെയിൻ ഹൈവേയിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കേരളത്തിൽ പല കാര്യത്തിലും കുറ്റം പറയണെങ്കിലേ അല്ലേ, അതൊക്കെ കുറച്ചാളെ കൊണ്ട് അവസാനിപ്പിക്കണു. 5 റുപ്യ ടോളൊക്കെ അല്ലേ? അത് ശരിയാണ് കേട്ടോ. അത് പക്ഷെ എന്നാലും അധികം നാളില്ല. നല്ലതാ. തമിഴ്നാട്ടിൽ നമ്മൾ അതുണ്ട് ഇതുണ്ടെന്ന് പറയുമ്പോ പിങ്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് സംഭവം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങള് അതന്നെ. അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കാണണം. നമ്മൾ കേരളത്തിലാകുമ്പോ കേരളത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ കേരളത്തിൽ എങ്ങനെയാ? അങ്ങനെയുള്ള എന്താ പറയാ പക്ഷപാതം ഞങ്ങള് കാണിക്കില്ല എന്നല്ലേ. പക്ഷെ വഴി അടിപൊളി വഴിയല്ലേ? അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എവിടെ വഴി മോശം? നമ്മുടെ നാട്ടില് ഇതിനു വേണ്ടി പൊളിച്ചിട്ടുള്ളത് കൊണ്ടും അതേപോലെ പകുതി വഴി ഈ പറഞ്ഞ പോലെ തന്നെ പണി നടക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള ഇതാണ്. പണികൾ മൊത്തം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അടിപൊളി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുഞ്ഞു വഴികൾ വരെ ഇവരൊക്കെ അത് ശരിയാണ്.
നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ വഴിയില്ലേ എല്ലാം റോഡുകളും ടാർ ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞു റോഡുകൾ മുഴുവൻ നല്ല അടിപൊളിയായിട്ടും കിടക്കണ്ടാവുക. അതുപോലെ കോർപ്പറേഷനിലൊക്കെ ചെറിയ റോഡുകൾ. പക്ഷെ ഇവരെയൊക്കെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വേറെ വല്ല ഉള്ളേരിയയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറിങ്ങും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തല്ലി പൊളിയായിരിക്കും. അത് മെയിൻ ഹൈവേ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കുള്ള റോഡുകൾക്ക് ഒന്നും പഞ്ചായത്ത് റോഡ് പോലെയുള്ള നമ്മുടെ അവിടുത്തെ പോലെ അടിപൊളി സെറ്റപ്പ് കൂടി ഇല്ല. അത് ശരി തന്നെയാണ്. അപ്പൊ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം ഒരുപാട് കാര്യത്തിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോ ഫസ്റ്റ് ഡീസൽ അടിച്ചു. 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചത്. 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് നമ്മൾ 100 കിലോമീറ്റർ പോകുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ലാഭമായി. അപ്പോൾ ഒരു 1500 രൂപയ്ക്കാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചത്. 1500 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉദ്ദേശം 300 കിലോമീറ്റർ പോകുന്നതാണ്. അപ്പോൾ അത് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കർണാടക എത്രയും മുന്നേ അതെ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 87 രൂപ എത്രയും കണ്ടാണ് 89 രൂപ കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും വില കുറവല്ലേ. അപ്പം നോക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അടിക്കാം. നമുക്കിപ്പോൾ കുറേശ്ശെ അടിച്ച് പോകണമെന്നല്ലേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ വില കുറഞ്ഞു വരും. ഇനി മുകളിലേക്ക് പോയി ആന്ധ്രയ്ക്ക് പോയി കുറവുണ്ടാവുമോ? ഇല്ല അല്ലേ. ഉണ്ടെങ്കിൽ അവിടേക്ക് പോയിരുന്നു ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി വില കുറവ് കിട്ടുമല്ലോ. അതെ, പുളിയുടെ സീസണായി. ഇപ്പം നിറച്ചും പുളിയാണ് കേട്ടോ. റോട്ടിൽ മുഴുവൻ പുളിമരവും അതിൽ നിറച്ചും പുളി അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ഫ്രെയിം, നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഞാൻ പുളിയുടെ ലുക്കല്ല നീ ഇതേ പറഞ്ഞേ, മലയുടെതാണ്. മലയും അതുപോലെ തന്നെ ആ താഴ്വാരവും നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ അല്ലേ. പുളി നമുക്ക് ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ചെന്നപ്പോ തന്നെ അവിടെ ആന്റിയുടെ അവിടെ എന്തോരം പുളിയായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ നിന്നുണ്ടായിരുന്ന മരം, പൂമരം എന്ന് പറയുന്ന മരം. ഇതിൽ നിറച്ച് ഇങ്ങനെ പൂവുണ്ടായിട്ട് ഇങ്ങനെ താഴത്തേക്ക് വീഴും. നല്ലതാണല്ലോ. ഇവിടെ എന്താ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങും മീൻ ഫ്രൈയും രണ്ടൊരു കോമ്പിനേഷൻ. അതാ പറയാ, നല്ല രസിക സ്ഥലങ്ങളാണ്. കവുങ്ങുന്തോട്ടായാലും വാഴത്തോട്ടായാലും തെങ്ങുന്തോട്ടായാലും എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലത്തിനുള്ളിലുള്ള പോക്ക്. എന്തിന് കവുങ്ങുന്തോട്ടം വെക്കാനാ? തെങ്ങുന്തോട്ടത്തിനൊന്നും ലൈസൻസ് വേണ്ട. നടന്നു പോണതിന് ലൈസൻസ് വേണമെന്ന് ഗണേഷ് കുമാർ ഇനിയിപ്പോ പറയാൻ പോണത്. നടന്നു പോണതിന് ലൈസൻസ് വേണമെന്ന്. അല്ല, നടന്നു പോണ ആൾക്കാർക്ക് ഫൈൻ വേണമെന്നുള്ള ഒരു നിയമം വരുത്തണം എന്ന് പറഞ്ഞത് ആള് പറഞ്ഞ്. ഒരു ശ്രദ്ധയില്ലാണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ഉണ്ടാവണേന്ന്. അപ്പൊ അതൊരു നല്ലതാ, നടക്കട്ടെ. എല്ലാവർക്കും ലൈസൻസ് അത്യാവശ്യം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ലൈസൻസ് കൈ എടുത്തിട്ടാ പോകാനുള്ളൂ. നമ്മുടെ അവിടെ ബസ്സിൽ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകണ പോലെ കണ്ട, ടെമ്പോയിൽ ആൾക്കാരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകണേ. ഒരുപാട് പുതിയ പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ആ വഴിക്ക് പോകുന്നതിനേക്കാളും. എന്ത് രസാ. വെള്ളച്ചാട്ടാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചാട്ടമില്ല. അല്ലെങ്കിൽ ഇല്ലേ, സൂപ്പർ വെള്ളച്ചാട്ടം കാണായിരുന്നു. ഇവിടെ ഇതേപോലത്തെ വണ്ടികൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് സിമെന്റ് ഉണ്ടല്ലോ, സിമെന്റ് ലൂസ് നിറയ്ക്കണ ഏതോ കമ്പനി ഇവിടെ ഉണ്ട്. ഇപ്പം സേലം 51, ബാംഗ്ലൂർ 200 അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ചും അങ്ങനത്തെ വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല കറക്റ്റായിട്ട്. നമുക്ക് റൈറ്റ് അല്ലേ? അങ്ങോട്ട് പോയി എങ്ങടായിരുന്നു? എങ്ങനെയാണോ ബോർഡ് ഉണ്ടായിരുന്നു, ബോർഡ് നോക്കിയില്ല. അപ്പൊ നമ്മൾ വീണ്ടും അയ്യോ എന്തോ ഒരു ഇതിന്ന് വലിയ പുക പോണ്ടല്ലോ. കരണ്ട് ഉണ്ടാക്കണതാണോ? ഓക്കെ, ഇതല്ലേ നമ്മുടെ മറ്റേ ഏത് പുഴ? കാവേരി നദിയാണ് കേട്ടോ ഈ കാണുന്നത്. കാവേരി നദീനെ ക്രോസ് ചെയ്തിട്ടാ പോണ. അത് ഡാം, അത് തന്നെ, അതാണ് മേട്ടൂര് ഡാം. കണ്ടോ? അത് തന്നെ മേട്ടൂര് ഡാം. പിന്നെ കൊളത്തൂര്. ഇതൊക്കെ ഇതൊക്കെ അറിയാലോ. ഇത് എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുത്തേ? കാവേരിപുരം, മൈസൂര്. അതിലേ അതാണ് ഹൊഗിനിക്കല് വഴി. ശരിയാ, തോട്ടാപ്പുള്ളി. ഡാമീന്ന് പിടിച്ചു വെക്കണതാവും. അങ്ങനെയാണെങ്കിൽ മീൻ മേടിച്ചു പോവാം. അല്ലടാ, അവിടെ ഇനി കടൽ മീൻ കിട്ടില്ലല്ലോ. മറ്റേ അത് നല്ല ഇങ്ങനെ പുഴമീൻ കിട്ടും. പുഴമീൻ നോക്കാം നമുക്ക്. അതിന് മറ്റേ ഇത് ഇഷ്ടം പറഞ്ഞേ.
എന്താ പറയാ ചിക്കൻ മാത്രം. ചിക്കനും ബീഫൊക്കെ കിട്ടും. അത് കുഴപ്പമില്ല. മട്ടനും കിട്ടും. മട്ടനും കിട്ടും. തെർമൽ പവർ പ്ലാന്റ് അതിൽ നിന്ന് പോകുന്നു. അതിന്ന് പോവല്ലേ അല്ലേ. ഇതും അതിന്റെ ഒരു ഭാഗം. പക്ഷെ ഇതിനകത്ത് തീരെ വെള്ളമില്ലല്ലോ. പുക നന്നായിട്ട് പോണ്ട്. കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ മുത്തേ? അത് കാരണം തന്നെ തുണ്ട് വെള്ളമില്ല കരണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. ഇവിടത്തെ വെള്ളം മുഴുവൻ പറ്റിച്ചവര്. അതാണ് ഉണ്ടായത്. എന്ത് തെറ്റാണ്? ഇന്നലെ സമൃദ്ധയുടെ കേസ് പറഞ്ഞ പോലെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ശരി. അതേ വെള്ളം എടുത്തിട്ട് ദേ അവര് അവിടെ കണ്ട അവര് ദേ ഉപയോഗിക്കണം. വെള്ളമാണ് ആ ചാടിക്കൊണ്ടിരിക്കണം മൊത്തം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാ. കണ്ട ടർബൈൻ കറങ്ങിയിട്ടാണ്. അല്ലടാ ദേ ഇവിടെ പുഴയിന്ന് മീൻ വറുത്ത് കഴിക്കണം. വേണോ? വേണമെങ്കിൽ ഇവിടെ നിർത്തണം. നിധിക്ക് വേണോടി? അതെ എനിക്ക് വേണമായിരുന്നു. എന്നോട് ആരും ചോദിച്ചില്ല. ഇനി അപ്പുറത്ത് ഉണ്ടാവില്ലല്ലോ മിക്കവാറും. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. അവര് വീട്ടിലേക്കോ? അങ്ങനെ ആവില്ല. ഫ്രഷ് ആയിട്ട് വറുത്തോണ്ടിരിക്കുക. എന്തായാലും മീൻ കണ്ടപ്പോഴേ ആദ്യം കുട്ടനോട് വേണോന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു. നിതോട് ചോദിച്ചു വേണോന്ന് ചോദിച്ചപ്പോ നിതയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് ചോദിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ഫ്രഷ് മീൻ എന്തായാലും പുഴയെന്ന് അങ്ങനെ തന്നെ വറക്കണതായിരിക്കും. അപ്പൊ എന്തായാലും ഒരെണ്ണം കഴിക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പൊ വണ്ടി തിരിച്ചുവിട്ടോ. വീണ്ടും പുഴയുടെ അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. മേട്ടൂർ 5 കിലോമീറ്റർ, ഈറോഡ് 58 കിലോമീറ്റർ, എടപ്പാടി. ദേ കൂട്ടാ ഇതിൽ അങ്ങോട്ട് കിടക്ക്. ദേ അവിടെ ആൾക്കാര് മീൻ മേടിച്ച് തിന്നണ കണ്ട. ആ പിന്നില്ലേ ദേ ഇവിടെ ഇതെവിടെടാ ചേച്ചി വറുത്തോണ്ടിരിക്കണം. അപ്പുറത്തുണ്ടോ? ആ ഇവിടെ ഒതുക്ക്. ആ അതെ അവിടെ ഒരു ചേച്ചി വറുത്തോണ്ടിരിക്കണ്ട. നോക്കട്ടെ ഏത് ചേച്ചി വറുത്തത് നല്ല മീൻ നോക്കട്ടെ. 2 സ്ഥലത്ത് നോക്കിയതിന് ശേഷം മേടിക്കാം. നോക്കട്ടെ. അതെ ഇവരെന്നെ കളിയാക്കാണ് ഗൈസ്. ഞങ്ങള് വീണ്ടും വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. നമ്മൾ നേരത്തെ വെള്ളം ചാടണം മറ്റേ പ്ലാന്റ് കണ്ടില്ലേ? ഇത് കണ്ടോ? അവിടെയൊക്കെ നിറച്ച് വെള്ളം ചാടിയിട്ടാണ് ദേ വെള്ളം ചാടണ കണ്ട. ആ പ്ലാന്റ് വർക്ക് ചെയ്യണത് തെർമൽ പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ കരണ്ട് ഉണ്ടാക്കണത്. വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ വന്ന് വണ്ടി അവിടെ ഒതുക്കി ഡാമിന്റെ സൈഡിൽ ദേ ഈ കാണുന്നതാണ് ഡാമും കാര്യങ്ങളും. അവിടെ ഇഷ്ടംപോലെ മീൻ വറക്കണ്ടായിരുന്നു. അപ്പം മീൻ വറക്കണ ചേച്ചി ഇങ്ങനെ മീൻ വറുത്തോണ്ടിരിക്കുക. വലിയ വെളിച്ചെണ്ണ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ, വെറുതെ ചൂടാക്കി മറിച്ചിട്ടിട്ടാണ്. ഇപ്പം 2 50 റുപ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കണ്ടു സാധനം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളും പറഞ്ഞു 2 നോക്കട്ടെ എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത് അറിയാലോ. അപ്പോൾ 2 കഴിച്ച് നോക്കട്ടെ. അപ്പം മെല്ലെ ആവുള്ളൂ കേട്ടോ. മെല്ലെ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് കിട്ടുള്ളൂ. പിലോപ്പിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. ഫ്രഷ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പിന്നെ വേറെ വല്ലതൊന്നും പിടിച്ചുകൊണ്ടെന്ന് വെച്ചതാണോന്നും അറിയില്ല കേട്ടോ. സാമ്പിളോക്ക് ദേ അടുത്ത് വന്നു. മുത്ത നീ കഴിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? ടേസ്റ്റ് ഉണ്ടാവും. അത് കയ്യോടെ തന്നെ വറക്കണതല്ലേ. കഴിച്ചോ. ഓരോ മേടിക്കാം. ഇല്ലേ അന്ന് ആദ്യം കഴിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് ഒരു ലേശം കഴിക്കാൻ എന്നിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൂട്ടം കഴിച്ചില്ലേ? മുത്ത കഴിച്ചറാ. വിറ്റാമിൻ ഏതൊക്കെ ABCDEFG എല്ലാം ഉണ്ട്. വേണമെങ്കിൽ കഴിച്ചോ. വേണ്ട ഞങ്ങള് കഴിച്ചോളാം. അങ്ങനത്തെ ടേസ്റ്റാ ആണോ? അത് അവര് കണ്ടില്ല കണ്ടമാനം ടൈം എടുത്ത് മെല്ലാണ് ഇത് ചെയ്യണത്. അല്ലാണ്ട് അതെ അല്ലേ? ആ അതെ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കണ്ടിട്ടാ ഗൈസ്. കണ്ടു എവിടെ ആണത്? എവിടെയാ ചേട്ടൻ? ഒട്ടവഞ്ചി കണ്ടു തെങ്ങിന്റെ ആ അതെ അതെ അതെ. ഓ ഇല്ല അയാളെ കാണുന്നില്ല. ഇതാണ് ഈശ്വര. അവിടെ മീൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയെന്നൊന്നും ഞങ്ങൾ വിചാരിക്കണു. എന്തായാലും കഴിച്ചോട്ടെ കേട്ടോ. നിത അടിപൊളിയാന്നല്ലേ പറഞ്ഞേ? അപ്പം എന്തായാലും ഒരെണ്ണം കഴിക്കണം. നിത പറഞ്ഞ പിന്നെ അതിന് വ്യത്യാസമില്ല. അത് തന്നെ പൊരിച്ചോ ഒന്നും നോക്കണ്ട.
മുത്ത അടിപൊളിയായിട്ട് അപ്പോൾ ഇത് മിസ് ചെയ്ത് പോയെങ്കിലേ ശരിക്കും പെട്ടേനെ. ആഹാ സൂപ്പർ മീറ്റ്. അല്ലെങ്കിൽ എനിക്ക് പിലോപ്പിയ ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ ചൂടോടുകൂടി ഇങ്ങനെ തരുമ്പോഴേ കയ്പില്ല. സാധാരണ കയ്പുണ്ടാവും. കൂട്ടം കഴിക്കണം. അപ്പൻ്റെ ക്യാമറയുടെ മറ്റേ മോട്ടർ തിരിയണ ഒരു ശബ്ദ വൈബ്രേഷനൊക്കെ എനിക്ക് ഇപ്പോഴും ഇതിലറിയണ്ട്. അങ്ങനെ അറിയണം. അതെ അപ്പൊ മെസ്സേജ് വന്നതായിരിക്കും. അല്ലല്ലല്ല അനിങ്ങുണ്ട് ശബ്ദം. എന്റെ മുത്ത അത് നിന്റെ വെറും തോന്നല്. അല്ല വേണമെങ്കിൽ പിടിച്ചോക്ക്. ഇല്ല ഏട്ടാ ഞങ്ങൾ കഴിക്കട്ടെ എന്നാ. നിനക്ക് വേണ്ടല്ലോ. തല കഴിക്കട്ടെ. തല ആയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും കയറുകയാണ് കേട്ടോ. എന്തായാലും ലാസ്റ്റ് മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കഴിഞ്ഞായിരുന്നു നിറച്ചും ആൾക്കാരുള്ള കാരണം പടപടപടാന്ന് പറഞ്ഞ സാധനം തീർന്നു. ഇനി രണ്ടാമതായി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 15-20 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്ന് കഴിച്ചു. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഓവിക്കട കയറി ഇറങ്ങലും എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സുഖമില്ല. എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിക്കോ, ഞങ്ങൾ ഇറങ്ങണില്ല എന്ന് പറയും. അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട്. ഇതാ ശരിക്കാവ്. ഓക്കെ പോവല്ലേ. ദൂരത്തിൽ ഇങ്ങനെ പൈപ്പുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു സിമെന്റിന്റെ ഫാക്ടറി ആവൂടാ പറഞ്ഞു പിടിച്ചു. ഇനിയിപ്പോ സിമെന്റ് ഫാക്ടറി ആണോന്ന് അറിയില്ല. നിറച്ചു ആ സിമെന്റ് നിറയ്ക്കുന്ന വണ്ടികളുള്ള കാരണേ അതാണോന്ന് അറിയില്ല. ഇതിപ്പോ നമ്മള് ഒക്കിനിക്കില് വെള്ളമുള്ള സമയത്തേ പുഴയില് പോയ പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, വെള്ളം പറ്റിയ കാരണം മുഴുവൻ പാറയായിട്ട് കാണുന്നത് ഉള്ളില്. അപ്പുറത്ത് തൊട്ടിൽപ്പട്ടി സൈഡിൽ കൂടെയാണ് ഒരു തോടോ നദിയോ അങ്ങനെ എന്താ കൊണ്ടൊരു സാധനം. പക്ഷെ ഫുള്ള് ഇങ്ങനെ എന്താ പറയാ, അത് അപ്പുറത്തെ ആണോ? അപ്പൊ കാവേരി നദിയുടെ ഭാഗം. നിതേ എന്നെ തെറ്റിക്കല്ലേ നിതേ. അല്ല ഈ നിത ഇരുന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കാവേരി നദി ഒന്നല്ല. ഇത് കല്ല് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴുകേണ്ട വേറെ എന്തൊരു സെറ്റപ്പ്. എനിക്ക് തോന്നുന്നേ വേറെ ഭാഗങ്ങളിലേക്ക് വെള്ളം വിടാൻ വേണ്ടിയിട്ടുള്ള വലുതങ്ങനെ ആവുന്നു വിചാരിക്കണു. ഗൂഗിളിൽ വലുതുണ്ടാ? അത് തന്നെ കാവേരിയുടെ. അത് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മേട്ടൂര് ഡാമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡാമിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അപ്പൊ ഇവിടെ നദിയൊക്കെ ഫുൾ കാലിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിന്റെ കൈവരികളാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടത്. സംഭവം നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകാം. ഇത് നമുക്ക് പോകേണ്ട വഴിയല്ല കേട്ടോ. ഞങ്ങൾ ഈ ഡാം കാണാൻ വേണ്ടിയിട്ടും വെള്ളം കാണാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് അല്ലേ? ഡാമിന്റെ മുകളിൽ വണ്ടി പോവില്ല എന്തായാലും. ഡാമിന്റെ മുകളിൽ മുതുപ്പാലം മേട്ടൂർ ഡാം. നമുക്ക് അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം. റോഡ് കാണിക്കണില്ല. ഇല്ല അല്ലേ? തിരിഞ്ഞു നോക്കാം. എന്തായാലും നോക്കി നോക്കാലോ. സൂര്യൻ കറക്റ്റ് കണ്ണിലേക്ക് അടിക്കുക. സൂര്യൻ പോയി അടി പോയി നോക്കാലോ. നമുക്ക് എന്താണ് അവസ്ഥ നോക്കാലോ. ഹെൽമെറ്റ് നോക്കിയേ വെക്കാണ്ട് ചേച്ചി TVS പഠിച്ചു പോണേ. ടാറ്റ സീറ. മുത്തേതാ ടാറ്റ സീറ? പഴയ കാലത്ത് സീറ എന്ന് പറയുന്ന സാധനം തന്നെ ടാറ്റ സീറ. മോഡിഫൈ ഒക്കെ ചെയ്ത് നിർത്തിയേക്കാണ്. ഇല്ലടാ ഡാമിന്റെ അവിടെ ഗേറ്റാ. ഗേറ്റ് അടച്ചിട്ടേക്ക. അതൊന്നുമില്ല, എല്ലാം അടച്ചിട്ടേക്ക. അങ്ങനെ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. വാഴാനി ഡാമിൽ പോകുമ്പോ അടച്ചിട്ടില്ലേ, അതേപോലെ അടച്ചിട്ടേക്ക. അപ്പൊ മേട്ടൂര് ഡാം നമ്മൾ പുറത്തുനിന്ന് കാണാം ആയിരിക്കും. എൻട്രി പ്രൊഹിബിറ്റഡ്. പോവാൻ പറ്റില്ല. സംഭവം അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അതെ. പക്ഷെ ശരിക്കുള്ളതില് വെള്ളമില്ല. അതിന്റെ മുകളിൽ നിന്ന് കാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിലും താഴത്തു നിന്നുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. കാരണം ആ ഷട്ടർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇങ്ങനെ ഇത് കണ്ടു ഒരു സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുള്ള ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും. അതേപോലെ ആ സൈഡും ഈ സൈഡും ഇങ്ങനെ വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞൊഴുകും. അതേപോലെ ഇതിലൊക്കെ സ്റ്റെപ്പായിട്ട് വരും. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി ആ വെള്ളം വരുന്നത് കാണാനായിട്ട് ആദ്യം ഭംഗിയാവും. അത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം അവർ ഈ ഒരു രീതി കൂടെ ആക്കിയിട്ടുള്ള, ഈ സ്ഥലം മൊത്തം ഇങ്ങനെ ആക്കിയിട്ടുള്ള എൻ്റെ ഒരു ഇതത് കണ്ടറിയാം. പക്ഷേ ഡാമിൽ ഈ സമയമായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും അടച്ചിട്ടുള്ളത്. കുറവശ വരണമെങ്കിൽ അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയാൻ പറ്റിയാൽ എന്തായാലും. പിന്നെ ഈ സൈഡിലും ഇതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ ഈ സൈഡും ഫുള്ള് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കുട്ടനോട് പറഞ്ഞു അവിടെ ഒന്ന് വണ്ടി നിർത്തറാ. അതേ കണ്ടു വണ്ടി അവിടെ അങ്ങനെ ഒതുക്കി നിർത്തി. അപ്പോൾ വണ്ടി ഒന്ന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അത് നോക്കി
നോക്ക്, വെള്ളം ഒഴുകിയിട്ടേ ഈ കല്ലുകൾ മൊത്തം ഉരുണ്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന കല്ലുകൾ എങ്ങനെയാണോ അതേപോലെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെയോ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മെല്ലെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ പോകാമെന്ന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. എന്തായാലും അടിപൊളി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ മെല്ലെ പോവാം. ഇനിയിപ്പോൾ സന്ധ്യ ആയി തുടങ്ങി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനുണ്ടാവില്ല കേട്ടോ. അപ്പം നോക്കട്ടെ. തൊപ്പൂര് കാടിന്റെ ഉള്ളിൽ കേട്ടാ പോണത്. നീ കേട്ടിട്ടുണ്ടോ തൊപ്പൂര് കാടെന്ന്? തൊപ്പൂര് കാട്ടില് വീരപ്പം 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് സത്യമംഗലം കാട്ടിന്ന് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലാണ്ട് വന്നിട്ട് അതെ, എന്നിട്ട് തൊപ്പൂര് കാട്ടിലേക്ക് വന്ന കഥ അറിയോ നിനക്ക്? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വീരപ്പനായിട്ട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. സ്ട്രെച്ച് വഴിയാണ് കേട്ടാ. കാര്യം സാധിക്കാൻ വേണ്ടിട്ട് അതെ, നല്ല സ്ട്രെച്ച് ഹൈവേ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള റോഡാണ്. അപ്പൊ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിലൂടെ. ശരിക്കും നല്ല ഇഷ്ടമായി ഈ വഴി. പിന്നെ സിമെന്റ് ഫാക്ടറി കണ്ടു കേട്ടോ. അൾട്രാടെക് അല്ല, സോറി, JSW സ്റ്റീല് അല്ലേ? സ്റ്റീൽ ആൻഡ് പെയിന്റിന്റെ ഒക്കെ ഫാക്ടറികളൊക്കെ കണ്ടുട്ടോ ഈ വഴിക്ക് വരുമ്പോ. പിന്നെ എല്ലാ മലയുടെ മുകളിലും എന്തായാലും ഓരോ ഇതുണ്ട്, എന്താ പറയാ, അമ്പലങ്ങളുണ്ട്. ദേ കണ്ടോ, അതിന്റെ മുകളിലൊക്കെ അമ്പലമുണ്ട്. വണ്ടി ഇങ്ങനെ നിർത്തി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടു പോവാണ്. ടോൾ ഗേറ്റ് 500 മീറ്റർ. ഇനിയിപ്പോ ഇവിടെ ടോൾ ഉണ്ടാവുമോ കൂട്ടാ? 2 ടോള്. ശരിക്കും പറഞ്ഞ ഈ വഴിക്ക് 2 ടോളാവോ? അപ്പൊ എന്റെ പൊന്നെ, 2 ടോളോ? അപ്പൊ കണക്കായി. പിന്നെ ഇപ്പൊ എന്തിനാ നമ്മള് ഈ വഴി? അതെ, അങ്ങനെ വെച്ച് നോക്കുമ്പോ നഷ്ടാ. ഈ വഴിക്ക് ഇപ്പൊ വരുമ്പോ പറഞ്ഞ കാഴ്ചകളുണ്ട് കേട്ടോ. പിന്നെ മേട്ടൂര് നല്ല നല്ല ഡാമും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ഈ വഴിക്ക് ഇങ്ങനെ കയറി വരാലോ. പിന്നെ രാത്രിയാണെങ്കിൽ വരാം, തിരക്കുണ്ടാവില്ല. ഓക്കെ, അതേ ടോൾ ഗേറ്റ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെയും തുടങ്ങിയിട്ടില്ല. ഇല്ല, അവിടെയും തുടങ്ങിയിട്ടില്ല, ഇവിടെയും തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് അടുത്ത മാസം വരുമ്പോ എല്ലാം റെഡിയാവും. അപ്പൊ മെയിൻ റോഡിൽ കൂടെ പോകാൻ നല്ലത്. അതെ, പകുതി സമയം മതി. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർക്ക് പുറപ്പെടുമ്പോ ഒരു 6 മണിക്കൂർ നമുക്കൊരു 500 കിലോമീറ്റർ ഓടാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 8-9 മണിക്കൂർ വേണ്ടി വരും നമ്മൾ ചെറിയ വഴിക്കൊക്കെ പോകുമ്പോൾ. അപ്പൊ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല നമ്മൾ ഇതിനെ വരുന്നുണ്ട്. അത് തന്നെയല്ല, കാണാത്ത കാര്യങ്ങൾ കാണാൻ ഒരു പ്രാവശ്യമാണെങ്കിൽ ഓക്കെ, 2ാം പ്രാവശ്യം കാണാൻ അത്ര വലിയ ഇതൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ അത് നഷ്ടക്കച്ചവടമാണ്. വേണമെങ്കിൽ മാത്രം ഈ വഴിക്ക് വന്നാൽ മതി. ഞങ്ങൾ ആഗ്രഹം കൊണ്ട് വന്നതെന്ന് മാത്രം. അങ്ങനെ തൊപ്പൂര് നേരെ ഹൈവേയിൽ വന്ന് കയറിയിട്ടപ്പം അപ്പോൾ ഞങ്ങളൊരു ചായ കടിയും കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കലുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം അങ്ങനെ വല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ വേറൊരു ചായക്കട കണ്ടു. എന്താ കിട്ടാന്ന് നോക്കാം. എന്തെങ്കിലും മുത്തിനൊക്കെ എന്തെങ്കിലും വറവ് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. വറവ് സാധനം നോക്കിയാൽ എന്നിട്ടാ ആ പാട ചെളിയാലേ. വാ, എന്നിട്ട് കിട്ടാൻ നോക്കാം. അയ്യോ, വറക്കുണ്ട്. എന്താ നല്ല സാധനം മുത്തേ. വാ, ഉള്ളിവട. ഉള്ളിവട. അതെ, ഇത് തന്നെ. അതെ, ഉള്ളിവട വറക്കണത് കണ്ടോ? ഇത് ഉള്ളിവട, പക്കവട. തൂക്കം നോക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക്. ഇതേ കണ്ട അവിടെ ചെയ്യുന്നുണ്ട്. അതെ, ഉള്ളിവട. ചായ ഇല്ലേ? ഉള്ളിവട, ചായ 4 ചായ, 4 ചായയും ഉള്ളിവട. ചായ അങ്ങനെ റെഡി. എന്താണ് ഇത്? 1 ഔൺസ് അടിച്ചപ്പോൾ 1 ഔൺസിനേ ഉള്ളൂ അല്ലേ? കൊക്കോട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊക്കോട വറപ്പ് പോകാൻ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഇവിടുത്തെ ചായ 1 ഔൺസ് ഉള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എപ്പോഴും അല്ലേ? നിറച്ചാ 10 ഉറുപ്പിക തരുന്നത്. ഇനിയിപ്പോൾ നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വെക്കും. ഓക്കെ, കുഞ്ഞ് ഗ്ലാസ്സാ. കുഴപ്പമില്ല. കൊക്കോട പറഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ. ഇവിടെ വെച്ചോ. പക്കവട വന്നിട്ടുണ്ട്. പക്കവട ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താ മൊത്തേ സൂപ്പറല്ല? അതാ ഞാൻ പറഞ്ഞ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ. കണ്ടറിയാം, അടിപൊളിയാ. മുളകാട്ടോ അതെടുത്തടിക്കണേ. സൂപ്പറായിട്ട് ഞാൻ തിന്നു. ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് മുത്തിൻ്റെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഇവിടെ നിങ്ങൾ എത്ര നേരം അവനെ കേട്ടോ അവിടെ നിന്ന്
വണ്ടി എടുത്തപ്പോൾ മുതൽ ഓടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ നേരെ ഇനി കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ എത്തുന്നതായിരിക്കും ഗായ്സ്.